കൂട്ടുകാരെ അങ്ങനെ വറുത്തരച്ചൊരു സാമ്പാർ വെച്ചാണ്. അത് കായമാണ്, കായം വറുത്ത് വെച്ചതാണ്. അത് എനിക്ക് നിങ്ങൾക്ക് അതിലേക്കുള്ളൊരു 10 വറ്റൽമുളക്, ഒരു പിടി പച്ചനെല്ലി, ഒരു 3-4 ചെറുള്ളി, 3-4 വെളുത്തുള്ളി അല്ലി, കുറച്ച് കരിവേപ്പില, കുറച്ച് പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഇതെല്ലാം കൂടെ നല്ലോണം മൂപ്പിക്കുക. സാമ്പാറിലേക്കുള്ളതാണ് കേട്ടോ, വറുത്തരച്ച സാമ്പാറിലേക്കുള്ളതാണ്. ഓക്കെ, ഒരു 6 ചെറിയ ഉള്ളി, 3-4 വള്ളി വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് അതിലേക്കുള്ള തേങ്ങ, സാമ്പാറിന് നിങ്ങൾക്ക് ആളിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കൂടുന്നതനുസരിച്ച്. ഇപ്പോൾ ഒരു 1.5 മൂടി തേങ്ങ കേട്ടോ, മതി, ഇത്ര ഇത് തന്നെ ജാസ്തിയാണ് തേങ്ങ മതി. ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാണ് വരെ നല്ലോണം ഇളക്കുക. ഓക്കെ, സാമ്പാറിനുള്ളതാണ് കേട്ടോ. വറുത്ത് ഏകദേശം നമ്മളിതാ അത്യാവശ്യം നല്ല പരുവായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സാമ്പാർ, വറുത്തരച്ച സാമ്പാറിൻ്റെ മണം അങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വറുത്ത് നമ്മൾ പരുവായി കഴിഞ്ഞു. കണ്ടോ, ഈ കളർ വരണം കേട്ടോ, അത്യാവശ്യം ബ്രൗൺ കളർ, സൂപ്പർ കളറായി. അപ്പോൾ നമ്മൾ നേരത്തെ സാമ്പാറിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിപ്പാണ് ഒരു 50 ഗ്രാമിൻ്റെ ചോട, കുറച്ച് പരിപ്പ്. അപ്പോൾ റെഡി, 2 വിസിലടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായി അതിലേക്കുള്ള സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളാണ് കാണുന്നത് കേട്ടോ. മുരിങ്ങക്കായ, കുമ്പളങ്ങ, വഴുതനങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരപ്പൊക്കെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു, അരച്ചെടുപ്പ് ഈ അരവാണ് ഈ കാണുന്നത്, നേരത്തെ വറുത്തരച്ച അരവ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കഷ്ണം നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട്. ആ കഷ്ണമൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായി തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, അതിന് നമുക്ക് കുറച്ച് പുളി കേട്ടോ, കുറച്ച് വാളംപുളിയാണ്, ഒരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി. കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങൾ അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷന്മാരെ ഉപയോഗിക്കാനാണ്, ഒരു 10-15 പേര് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര സാമ്പാർ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇടരുത് കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ. വാട്ടി വെക്കാതെ കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉടഞ്ഞ് ഇങ്ങനെ ഇതായി കിടക്കും. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വെണ്ടയ്ക്ക ഒന്ന് വാട്ടി അതിന് ശേഷം ഇത് തിളച്ചതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക ഇടും. ഓക്കെ, അപ്പോൾ അങ്ങനെ തിളച്ചാണ് എല്ലാം കറി കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം എന്താണ്, അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് വെണ്ടയ്ക്ക ഇടാണ്ടിരിക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലോണം നേരത്തെ അരച്ച് വെച്ച എല്ലാ അരപ്പുകളും നമ്മളിപ്പോൾ അങ്ങനെ സാമ്പാർ ഏകദേശം കഷ്ണങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിലേക്കുള്ളത് തേങ്ങ അരച്ച് വെച്ചിരിക്കണം. തേങ്ങ അരച്ച് നമുക്ക് അരപ്പ് അരിഞ്ഞ് ഒഴിക്കണം. യെസ്, ഓക്കെ, അങ്ങനെ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് കേട്ടോ, ആർക്കോ വേണ്ടിയിട്ടല്ല. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചില്ല ആ അരപ്പ് ഇങ്ങനെ അതായിരിക്കും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വറുത്തരച്ച സാമ്പാർ ഏകദേശം ലെവലിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുളി നോക്കാം, പുളി നോക്കുക, 2ാമത് പുളി വരും, കുറച്ചും കൂടി പിഴിയേണ്ടി വരും. അങ്ങനെ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അടിപൊളി ഒരു കടുക് വറുക്കൽ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വറുക്കാം. അപ്പോൾ അങ്ങനെ സാമ്പാർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കടുക് വറുക്കലാണ്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി, 2-3 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, ലേശം കടുക്. ഓക്കെ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് കടപടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ചുവന്നുള്ളി നല്ലോണം ചോക്കണം കേട്ടോ. കൊച്ചിന് നല്ലോണം നല്ല ബ്രൗൺ കളറായി അപ്പോൾ നല്ല മണം ഉണ്ടാവും സാമ്പാറിലേക്ക്. നല്ലോണം മൂക്കണം. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നല്ല മണം വരും. ചെറുള്ളി കഴിഞ്ഞു.
നല്ല ബ്രൗൺ കളറായി വരണ്ട. അപ്പോൾ ചുവന്നുള്ളി ഏകദേശം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇടാം, ഈ കളർ വരണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇടുള്ളൂ. കുറച്ച് വറ്റൽമുളക് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് വറ്റൽമുളക് നോക്കട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൊടുക്കട്ടെ, അവിടെ അവിടെ. അപ്പോൾ കടുക് വറുക്കലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ ബൈ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.